ഗോവിന്ദ ഗോവിന്ദ. ഞാനിപ്പോൾ നിൽക്കുന്നത് ലോകത്തിലെ തന്നെ ഏറ്റവും ഉയരം കൂടിയ ഭഗവാന്റെ അതായത് മഹാവിഷ്ണുവിന്റെ വിശ്വരൂപ പ്രതിമയുടെ മുമ്പിലാണ്. അതായത് 108 അടി ഉയരമുള്ള മഹാവിഷ്ണുവിന്റെ വിശ്വരൂപമാണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് സൗത്ത് ഇന്ത്യയിലെ ഇഞ്ചിപ്പുരയിലാണ്. അതായത് കോദണ്ഡരാമസ്വാമി ക്ഷേത്രത്തിലാണ് ഈ 108 അടിയുള്ള ഒറ്റക്കല്ലിൽ തീർത്ത മഹാവിഷ്ണുവിന്റെ വിശ്വരൂപ പ്രതിമ സ്ഥിതി ചെയ്യുന്നത്. മഹാവിഷ്ണുവിന്റെ വിശ്വരൂപം എന്ന് പറയുന്നത് ഭഗവത്ഗീതയിൽ അർജുനന് കൃഷ്ണൻ ദർശനം നൽകിയ ആ ഒരു രൂപം ഉണ്ടല്ലോ, ആ രൂപമാണ് ഈ ഒരു കല്ലിൽ കൊത്തിയിരിക്കുന്നത്. ഈ ഒരു പ്രതിമ നിർമ്മിക്കാനായിട്ട് ഏകദേശം 450 ടൺ ഭാരമുള്ള കൃഷ്ണശിലയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതും തമിഴ്നാട്ടിലെ തിരുവണ്ണാമലയിൽ നിന്നാണ് ഈ ഒരു കൂറ്റൻ ശില ഇവിടെ എത്തിച്ചിരിക്കുന്നത്. 240 ചക്രങ്ങളുള്ള ഒരു കൂറ്റൻ ട്രക്കിലാണ് 6 മാസത്തിന് മുകളിലെടുത്തു ഈ ഒരു ശില തിരുവണ്ണാമലയിൽ നിന്ന് ബംഗളൂരുവിലെ ഇജിപുരയിലുള്ള കോദണ്ഡരാമസ്വാമി ക്ഷേത്രത്തിലേക്ക് എത്തിക്കാനായിട്ട്. അങ്ങനെ ജൂൺ മാസം ആദ്യമാണ് ഇത് ഭക്തർക്കായിട്ട് ഈ ഒരു പ്രതിമ തുറന്നു കൊടുത്തത്. നമ്മൾ ക്ഷേത്രത്തിലേക്ക് എത്തിക്കഴിയുമ്പോഴത്തേക്കും നമുക്ക് 2 രീതിയിലുള്ള ദർശനം ഇവിടെ സാധ്യമാണ്. ഒന്ന് നോർമൽ ദർശനവും, 2 സ്പെഷ്യൽ ദർശനവും. നോർമൽ ദർശനത്തിന്റെയും അതേപോലെ തന്നെ സ്പെഷ്യൽ ദർശനത്തിന്റെയും വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഈ ഒരു പ്രതിമ ഈ ക്ഷേത്രത്തിന്റെ എവിടെ നിന്നാലും കാണാനായിട്ട് സാധിക്കും. അതായത് പാദം ദർശിക്കണമെങ്കിൽ നമ്മൾ 100 രൂപയുടെ സ്പെഷ്യൽ എൻട്രി ടിക്കറ്റ് എടുത്ത് അതിന്റെ മുകളിലേക്ക് കയറിയാൽ മാത്രമേ നമുക്ക് കാണാൻ സാധിക്കുള്ളൂ. താഴെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ബാക്കിയുള്ള എല്ലാ ഭാഗങ്ങളും കാണാൻ സാധിക്കും. പക്ഷേ പാദദർശനം സാധ്യമാകണമെങ്കിൽ 100 രൂപയുടെ ഈ ഒരു സ്പെഷ്യൽ എൻട്രി ദർശൻ ടിക്കറ്റ് എടുക്കണം. നിലവിൽ നമുക്ക് യാതൊരു വിധമായിട്ടുള്ള പ്രസാദങ്ങളോ മറ്റു കാര്യങ്ങളോ ഒന്നും ഈ ഒരു ടിക്കറ്റിൽ ലഭ്യമല്ല. ഞാൻ ക്ഷേത്രത്തിലെ ആൾക്കാരുമായിട്ട് സംസാരിച്ചപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചത് ഇവർ ഇത് സ്റ്റാർട്ട് ചെയ്തത് ഈ ഒരു ജൂൺ മാസം ആദ്യമാണ്. അതിനുശേഷം വരും ദിവസങ്ങളിൽ, അതായത് 1-2 ആഴ്ചയ്ക്കുള്ളിൽ ബാക്കി പ്രസാദങ്ങളോ മറ്റു കാര്യങ്ങളൊക്കെ ഈ ഒരു 100 രൂപയുടെ ടിക്കറ്റിന്റെ കൂടെ ആഡ് ചെയ്യും എന്നുള്ള കാര്യം പറയുന്നുണ്ട്. അതേപോലെ തന്നെ ഏകദേശം കുറച്ച് സ്റ്റെപ്പുകൾ കയറി വേണം നമുക്ക് ഇതിന്റെ ഉയരത്തിലേക്ക് എത്താനായിട്ട്. അപ്പോൾ പ്രായമായ ആൾക്കാർക്കൊക്കെ ക്ഷേത്രത്തിന്റെ മുകളിലേക്ക് എത്തുക എന്നുള്ളത് ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമായിരിക്കും. കാര്യം ആ ഒരു സ്റ്റെപ്പ് കയറി മുകളിൽ എത്തിയാൽ മാത്രമേ നമുക്ക് പാദദർശനം സാധ്യമാവുകയുള്ളൂ. അങ്ങനെ മുകളിൽ എത്തിയതിനു ശേഷം നമുക്ക് ആ ഒരു ക്ഷേത്രത്തിന്റെ മൊത്തത്തിലുള്ള രൂപങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ നിന്ന് കാണാൻ സാധിക്കുന്നുണ്ടാവും. തന്നെ ചുറ്റിനും ഒരുപാട് ബിൽഡിങ്ങുകൾക്ക് ഇടയിലാണ് ഈ ഒരു ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് ക്ഷേത്രത്തിന്റെ ഗോപുരം മാത്രമേ നമുക്ക് പുറമേ നിന്ന് നോക്കിയാൽ കാണാൻ സാധിക്കുള്ളൂ. ബാക്കിയെല്ലാം ബിൽഡിങ്ങുകൾ കൊണ്ട് ചുറ്റപ്പെട്ടിരിക്കുന്നതിന്റെ ഇടയ്ക്ക് പെട്ടുപോയതുകൊണ്ട് നമുക്ക് കാണാൻ സാധിക്കുകയില്ല. ഏറ്റവും ഫ്രണ്ടിലത്തെ ആ ഒരു ഗോപുരം നമുക്ക് എവിടെ നിന്നാലും കാണാൻ സാധിക്കുന്നതാണ്. ക്ഷേത്രത്തിൽ ഒരുപാട് ഉപദേവതാ പ്രതിഷ്ഠകളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ ക്ഷേത്രത്തിന്റെ പുനരുദ്ധാരണങ്ങളും കാര്യങ്ങളൊക്കെ നടന്നു വരുന്നതേ ഉള്ളൂ. ഈ ഒരു പ്രതിമ സ്ഥാപിച്ചതിന് ശേഷം ഒരുപാട് ആൾക്കാരാണ് ഈ ഒരു ക്ഷേത്രത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്, പ്രത്യേകിച്ചും ഈ ഒരു പ്രതിമ ദർശിക്കാനായിട്ട്. അതായത് ഇതിന്റെ മുകളിൽ കയറിയാൽ മാത്രമേ നമുക്ക് ഭഗവാന്റെ പാദദർശനം സാധ്യമാവുകയുള്ളൂ. ബാക്കി നിങ്ങൾക്ക് താഴെ എവിടെ നിന്നാലും ബാക്കിയുള്ള രൂപം മൊത്തം കാണാനായിട്ട് സാധിക്കും. ഇനി ക്ഷേത്രത്തെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ 75 വർഷത്തിൽ പരം പഴക്കം ഈ ഒരു കോദണ്ഡരാമസ്വാമി ക്ഷേത്രത്തിന് പറയുന്നുണ്ട്. ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ എന്ന് പറയുന്നത് ശ്രീരാമസ്വാമിയാണ്. അതായത് കോദണ്ഡരാമൻ, കോദണ്ഡം എന്ന വില്ല് ധരിച്ച ശ്രീരാമൻ എന്ന അർത്ഥത്തിലാണ് കോദണ്ഡരാമസ്വാമി എന്ന് പറയുന്നത്. അതുകൂടാതെ തന്നെ ശ്രീരാമ ഭഗവാന്റെ കൂടെ തന്നെ സീതാദേവിയും ലക്ഷ്മണനും ചേർന്നുള്ള 3 പേരും ചേർന്നുള്ള പ്രതിഷ്ഠയാണ് ഇവിടുത്തെ ശ്രീകോവിലിൽ നമുക്ക് ദർശിക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ഈ ഒരു പാദദർശനം കഴിഞ്ഞ് നമ്മൾ താഴേക്ക് വരുമ്പോഴത്തേക്കും കാണാൻ സാധിക്കുന്ന ഈ ഒരു ലൈന് എന്ന് പറയുന്നത് ഭഗവാനെ ദർശിക്കാനുള്ള, അതായത് ശ്രീരാമചന്ദ്രസ്വാമിയെ ദർശിക്കാനായിട്ടുള്ള ആ ഒരു ക്യൂ ആണ്. അത് 2 സൈഡിൽ നിന്ന് നമുക്ക് ക്ഷേത്രത്തിന് അകത്തേക്ക് കയറാൻ സാധിക്കും. ഇനി ക്ഷേത്രത്തിലേക്ക് നിങ്ങൾക്ക് എത്തിച്ചേരാനാണെങ്കിൽ ബസ് കണക്ടിവിറ്റി എപ്പോഴും ഉള്ള ഒരു റൂട്ട് തന്നെയാണിത്. നിങ്ങൾക്ക് മജസ്റ്റിക്കിൽ നിന്നാണെങ്കിലും ഡയറക്റ്റ് ഇങ്ങോട്ടേക്ക് ബസ് ലഭിക്കുന്നതാണ്. ഇഞ്ചിപ്പുര എന്നുള്ള ബോർഡിൽ തന്നെ നിങ്ങൾക്ക് ഇങ്ങോട്ടേക്ക് ബസ് ലഭിക്കുന്നുണ്ടാവും. അതുപോലെ തന്നെ മെട്രോ ഇതിൻ്റെ അടുത്തൊരു വരുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് മെട്രോയ്ക്ക് കുറച്ച് ദൂരം വരെ വന്നതിന് ശേഷം ബാക്കി നിങ്ങൾക്ക് കാൽനടയായിട്ടോ അല്ലെങ്കിൽ ഓട്ടോയിലോ നിങ്ങൾക്ക് ഈ ഒരു ക്ഷേത്രത്തിലേക്ക് എത്താൻ സാധിക്കുന്നതാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ ദർശനമൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ വെളിയിൽ വന്നിട്ടുണ്ട്. വെളിയിൽ വന്നതിന് ശേഷം പുറത്ത് നമുക്ക് പ്രസാദം കാര്യങ്ങളൊക്കെ ലഭിക്കുന്നുണ്ടായിരുന്നു. അതൊക്കെ വാങ്ങിയതിന് ശേഷം നമ്മൾ വീണ്ടും ക്ഷേത്രത്തിന് മുമ്പിൽ എത്തിയിരിക്കുകയാണ്. ആ ഒരു വിശ്വരൂപ പ്രതിമ നമ്മൾ വീണ്ടും ഒന്നുകൂടി ദർശിക്കുകയാണ്. നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും, കൂർമ്മത്തിൻ്റെ പുറത്താണ് ആ ഒരു പ്രതിമ, അല്ലെങ്കിൽ ആ ഒരു ഒറ്റക്കല്ലിൽ ഏറ്റവും ആദ്യം അവർ കൂർമ്മത്തിൻ്റെ ഒരു രൂപമാണ് കൊത്തിയെടുത്തിരിക്കുന്നത്. അതിനുശേഷമാണ് മുകളിലേക്ക് വിശ്വരൂപത്തിൻ്റെ ആ ഒരു കൊത്തുപണികളൊക്കെ അവർ നടത്തിയിരിക്കുന്നത്. അതുപോലെ തന്നെ ആ ഒരു പ്രതിമയുടെ മുകളിൽ തന്നെ ഭഗവാന്റെ ആ ഒരു ശിരസിനോട് ചേർന്ന് ബാക്കി കുറച്ച് ശിരസുകൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടാവും. അവിടെ ശിവന്, ഗണപതി, മുരുകൻ തുടങ്ങിയ മുനിമാരുൾപ്പെടെയുള്ള ആൾക്കാരുടെ ശിരസാണ് നമുക്കവിടെ കാണാൻ സാധിക്കുന്നത്. അതായത് വിശ്വരൂപം എന്ന് പറയുമ്പോൾ അപ്പോൾ ആ രീതിയിൽ തന്നെയാണ് ഈ ഒരു കൊത്തുപണികളും ഇതിൽ നടത്തിയിരിക്കുന്നത്. അങ്ങനെ ദർശനമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വെളിയിൽ വന്നപ്പോഴത്തേക്കിന് വലിയ ഒരു ക്യൂ തന്നെ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുമായിരുന്നു. ഞങ്ങൾ കയറിയ സമയത്ത് ഇത്രത്തോളം ക്യൂ ഉണ്ടായിരുന്നില്ല. പ്രത്യേകിച്ച് ഞായറാഴ്ച ദിവസമായിരുന്നു ഞങ്ങൾ ദർശനം നടത്താനായിട്ട് പോയിരുന്നത്. അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ളൊരു ക്യൂ ഞങ്ങൾ ദർശനം കഴിഞ്ഞ് വെളിയിൽ വന്നപ്പോഴത്തേക്കും കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഈ ഒരു പ്രതിമ കാണാനായിട്ടാണ് പ്രധാനമായിട്ടും ഇവിടെ എത്തിച്ചേരുന്നത്. അപ്പോൾ കൂടുതൽ കാര്യങ്ങളൊക്കെ, അതായത് ഈ ഒരു ക്ഷേത്രം ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കൂടുതൽ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. അതായത് ഈ ഒരു പ്രതിഷ്ഠ
അതായത് ഈ ഒരു പ്രതിഷ്ഠ നടന്നിട്ട് ഇപ്പോൾ വളരെ കുറച്ച് ദിവസം മാത്രമേ ആയിട്ടുള്ളൂ. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ധ്യാന മണ്ഡപം അങ്ങനെ തുടങ്ങി കുറേയേറെ കാര്യങ്ങൾ അവർ പ്ലാൻ ചെയ്യുന്നുണ്ട്. അതൊക്കെ വരും ദിവസങ്ങളിൽ പൂർത്തീകരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഈ ക്ഷേത്രത്തിന്റെ പണികളും മറ്റു കാര്യങ്ങളൊക്കെ പൂർത്തിയായതിനു ശേഷം ഞാൻ വിശദമായിട്ടുള്ളൊരു വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്ര മാത്രമാണ്. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ. ഓം നമോ നാരായണായ.